മനസ്സിന് സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടെയാണ്. നമ്മൾ ഏത് രീതിയിൽ കാശുണ്ടാക്കിയാലും കൃഷി ചെയ്ത് ഇച്ചിരി പൈസ കിട്ടുക എന്ന് പറയണത് അത് വളരെ അനുഗ്രഹമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വർഷമായിട്ടും അതിനെ ഞാൻ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് പണ്ട് കഴുത്തങ്ങ എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇത് ആസാമിൽ നിന്ന് എൻ്റെ പണിക്കാരൻ കൊണ്ടുവന്ന് തന്ന വിത്താണ് ഞാൻ നട്ട് അത് കാച്ചു. അതിപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് എനിക്കും നല്ല ഇതില്ല. പക്ഷെ ഇപ്പം മനസ്സിലായ കാര്യങ്ങൾ ഇഷ്ടംപോലെ വയലിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണമുണ്ട്. ഇത് കഴുത്തങ്കായ എന്ന് പറയണമെങ്കിലും ഇത് നല്ല സാധനം. വെള്ളരിക്കയ്ക്ക് പകരം വെള്ളരിക്ക ഇതിൻ്റെ അടുത്ത് പോലും വരില്ല. അത്രയ്ക്ക് ഇത് കിച്ചടി വയ്ക്കാനും അവിയൽ വയ്ക്കാനും വിഴുക്ക് വരട്ടാനും സാമ്പാർ വയ്ക്കാനും ഇതെല്ലാത്തിനും ഈ സാധനം ഉപയോഗിച്ച് ഓരോരുത്തർ ഉപയോഗിച്ചിട്ട് വന്ന് പറയണുണ്ട് ഇത് ഏറ്റവും നല്ല ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഡിസൈനും പച്ച കളറുമാണ്. 4 കിലോ 3 കിലോ 5 കിലോ വരെ വരുന്നുണ്ട്. 5 കിലോ വരെ ഉള്ളതുണ്ട്. വിളവെടുക്കേണ്ടത് അധികം മൂക്കുന്നതിന് മുമ്പ് വിളവെടുക്കണം. കാരണം ഇതിൻ്റെ തൊലിക്ക് കട്ടി കൂടുതലായതുകൊണ്ടാണ് അധികം മൂക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് എടുക്കുന്നത്. ഈ കെണികൾ തൂക്കിയിരിക്കുക. ഇതിനകത്ത് ഈച്ചയുണ്ട്, ഇഷ്ടംപോലെ ഈച്ചയുണ്ട്. അത് മരുന്നടിക്കാൻ വിഷം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെണി തൂക്കിക്കുന്നത്. ഈച്ചകൾ വെള്ളീച്ച എന്ന് പറയുന്ന സാധനമാണ് ഇത് നശിപ്പിക്കുന്നത്. ആ വെള്ളീച്ച ഈ കെണിക്കകത്ത് വന്ന് വീണ് അത് ചത്തുപൊക്കോളും. അതുകൊണ്ട് ഈ കൃഷിക്ക് വലിയ ദോഷമില്ല, മരുന്നടിക്കേണ്ട കാര്യമില്ല. പയറിന് ഞങ്ങൾ 1.5 എടുക്കുന്നത്. പിന്നെ ചില സമയത്ത് ഡെയിലി എടുക്കേണ്ടി വരും. പിന്നെ വെണ്ടയും അതുപോലെയാണ്. 1.5 കൃത്യമായിട്ട് എടുക്കണം. 1 മണിക്കൂർ തെറ്റിയാൽ വെണ്ടയ്ക്ക വിറ്റിപ്പോവുകയും ചെയ്യും. എൻ്റെ പേര് ഗോപിനാഥൻ നായർ എന്നാണ്. ഞാനിവിടെ നമ്മുടെ കുടപ്പനക്കുന്ന് കൃഷിഭവൻ്റെ പരിധിയിൽ അടുത്താണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ വർഷങ്ങളായി ഞാൻ കൃഷി തുടങ്ങിയിട്ട് 55 വർഷമായി. ഈ പറഞ്ഞ പോലെ എനിക്ക് കൃഷിയോടാണ് താല്പര്യവും. ഞാൻ ജൈവ കൃഷി ചെയ്ത് ഇവിടെ സർട്ടിഫിക്കറ്റുള്ള ഈ കൃഷിഭവനിൽ സർട്ടിഫിക്കറ്റുള്ള ഒരേ ഒരു വ്യക്തിയാണ്. ഇത് നഗരപ്രദേശമാണ്. ഇപ്പോൾ അങ്ങനെ സ്ഥലങ്ങളൊന്നും അധികം ആരും പാട്ടത്തിന് കൊടുക്കില്ല. പിന്നെ പാട്ടത്തിനോട് ഞങ്ങൾക്ക് എല്ലാ കണ്ടവും എടുക്കാനും പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഓരോരുത്തർ സ്ഥലങ്ങൾ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൃഷിക്ക് ഭയങ്കര നാശം വരുന്നുണ്ട്. വെള്ളം കെട്ടും, അങ്ങനെയൊക്കെ വന്ന് ഞങ്ങളുടെ കൃഷി നശിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ 1 ഏക്കറിൽ കൂടുതൽ എനിക്ക് സ്ഥിരമായി ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ സ്ഥിരമായി ചെയ്തു വരുന്നത് വാഴ, പച്ചക്കറി മുതലായവയാണ്. പിന്നെ വാഴക്കിട ഇട വിളവായിട്ട് പയറ്, വെണ്ട ഇങ്ങനെ മുതലായ ചെടികളും ഞാൻ നടുന്നുണ്ട്. പിന്നെ അതിൽ ന്യായമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കുകയാണ്. പയറുണ്ട്, വെണ്ടയുണ്ട്, പിന്നെ പടവലം, പാവല് ഇതെല്ലാം ഞാൻ കൃഷി ചെയ്യണുണ്ട്. ഇപ്പം ഇവിടെ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ഇപ്പം ചെയ്തിരിക്കുന്നത് ഏത്തവാഴയും നട്ടിട്ടുണ്ട്, കപ്പവാഴ നട്ടിട്ടുണ്ട്. അതിന് പുറമെ ഇടവിളവായിട്ട് വെണ്ടയും പയറും കീരയും ഇത്രയും ചെയ്തിരിക്കുകയാണ്. ആദ്യം കീര ഇട്ടു, അത് വിളവെടുത്തതിന് ശേഷം വെണ്ടയും പയറും ഇട്ടു. അങ്ങനെ അടുത്തിനി ഒരു കൃഷി കൂടെ ഇതിനകത്ത് ചെയ്തതിന് ശേഷമേ ഇവിടുത്തെ മലക്കര കൃഷി നിർത്തുള്ളൂ. ഓരോരുത്തരും കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ വാഴയാണെങ്കിൽ വാഴ, പയറാണെങ്കിൽ പയറ്, അങ്ങനെയാണ്. ഞാൻ അങ്ങനെയല്ല. ഈ പറഞ്ഞോട്ട് വാഴയും അതിനിടയിൽ ഇടവിളവ്, ആ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ എന്ന് പറയുമ്പോൾ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഇടവിളവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാഴയ്ക്ക് വളം ചെയ്യേണ്ട കാശും അതിൽ നിന്ന് കുറേ കിട്ടും. നമ്മുടെ അധ്വാനിക്കുന്നതിൻ്റെ കൂലിയും കുറച്ച് കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇടവിളവും കൂടെ ചെയ്യുന്നത്. ഇപ്പം സ്ഥലവും വേസ്റ്റ് നഷ്ടം വരില്ല. പിന്നെ നമുക്ക് വിളവും ഈ പറഞ്ഞ പോലെ കുറച്ച് കാശ് വാഴയ്ക്ക് വളം മേടിക്കാനും മറ്റ് കാര്യത്തിനുമായിട്ട് കുറേ മുടക്കാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. ചാണാനും കോഴിവളവും കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ ഉപയോഗിച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കസ്റ്റമർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം തന്നെ ഓരോരുത്തർ ഇവിടെ വന്ന് നിൽപ്പുണ്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എനിക്കിവിടെ തന്നെ ഏറെക്കുറെ ചിലവാകുന്നുണ്ട്. പിന്നെ നമുക്ക് കുടപ്പനക്കുന്നിൽ ഒരു നിക്കോ ഷാപ്പുണ്ട്, അവിടെയും കൂടെ കൊടുത്താണ് ഞാനിത് ചിലവാക്കുന്നത്. ദൂരെ നിന്നും കൊണ്ടുപോകത്തക്ക സാധനങ്ങൾ തികയുന്നില്ല, അതിലേക്കുള്ളതൊന്നും തികയുന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്
ഇവിടെ മറ്റു ശല്യങ്ങളൊന്നുമില്ല. തത്തയുടെ ശല്യമുണ്ട്. തത്ത ശരിക്കും വന്ന്, അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ഒക്കെ കെട്ടി തൂക്കിയിരിക്കുന്നത്. കാറ്റടിക്കുമ്പോൾ ഇതൊന്ന് അനങ്ങുമ്പം തത്ത പറന്നു പോകും. പിന്നെ കുറേയൊക്കെ അവർ തിന്നുന്നുണ്ട്. അത് ഇവിടെ നോക്കിയാൽ കാണാം. ഈ കാണുന്ന പയർ തത്ത അത് തിന്നതാണ്. ഇങ്ങനെ മുഴുത്തു വരുന്ന എല്ലാ പയറും തത്ത ഇങ്ങനെ തിന്നുന്നുണ്ട്. അത് നമ്മൾ വളരെയേറെ സൂക്ഷിച്ചാണ് ഈ പ്ലാസ്റ്റിക് കെട്ടിയിട്ടും കൊട്ടിയും തട്ടയും മുട്ടയും പാട്ടയിട്ട് അടിച്ചുമൊക്കെയാണ് ഇതിനെ ഓട്ടിക്കുന്നത്. ഈ വെണ്ടയ്ക്ക ഏതാണ്ടൊക്കെ മൂപ്പായത് തന്നെ. അത് വളരെ വേനലായതുകൊണ്ടാണ് വെണ്ടയ്ക്ക ഇപ്പം വലിപ്പം കുറഞ്ഞിരിക്കുന്നത്. ഈ വേനൽക്കാലത്ത് വെണ്ട വളരൂല. നട്ട് കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടാണ് വളർന്നു വരാൻ. ഇത് നീളം കുറഞ്ഞ പയറാണ്. നീളം കൂടിയ പയർ നമുക്കുണ്ട്, മീറ്റർ പയറും ഒക്കെ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇപ്പം അത് തീർന്നു, പുതിയ പന്തല് തീർന്നു. ഇത് ഇപ്പം കൃഷിഭവനിൽ നിന്ന് തന്ന വിത്താ. ഈ പയർ വലിയ തരക്കേടില്ലാത്ത ഇത് തന്നെയാണ്. നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഇത് നമുക്ക് കിട്ടും, കുഴപ്പമില്ല. ഞാൻ എന്നും രാവിലെ 6 മണിയാവുമ്പോൾ ഇവിടെ എത്തും. 6 മണിയായി എത്തിയില്ലെങ്കിൽ അത് പിന്നെ തത്ത ഭയങ്കര ശല്യം തുടങ്ങും. അതിനു മുമ്പ് തത്ത ഇറങ്ങുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് അതിനൊക്കെ ഒന്ന് ഓട്ടിച്ചൊക്കെ വിടും. പിന്നെ നമ്മുടെ കൃഷി രാവിലെ ആണെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പം ഭയങ്കര വേനലാണ്, അതുകൊണ്ട് അതിരാവിലെ ഇറങ്ങിയാലേ പണിയാനും ഒരു സൗകര്യം ഉള്ളൂ. പിന്നെ ഇവിടെ വരുന്നവർക്ക് പച്ചക്കറി എടുത്തു കൊടുക്കും. ഇവിടെ ഇപ്പോൾ 1-2 പേര് നമ്മുടെ സ്ഥിരം വരുന്ന കസ്റ്റമർ ഇവിടെ നിൽക്കുകയാണ്. അവർക്കാണ് ഈ എടുക്കുന്നത്. അല്ലാതെ മാർക്കറ്റിലേക്ക് ഇന്ന് എടുക്കുന്ന ദിവസം അല്ല. പിന്നെ എന്നെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ട്. ഒരാളിനെ കൂടെ നിർത്തിയാണ് ഞാനിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ഇന്നലെ വിളവെടുത്തതാണ്. എന്നാലും പയറിപ്പം പാകമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പം എടുത്തു കൊടുക്കുന്നത്. അല്ലെങ്കിലും വരുന്നവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇത്തിരി വിളവ് കുറഞ്ഞാലും ഞങ്ങൾ എടുത്തു കൊടുക്കും. വെറും കൈയോടെ പറഞ്ഞു വിടില്ല. വയലിൽ വരുന്നവർക്ക് നമ്മൾ കൃത്യമായി സാധനം കൊടുത്തു വിടും. പിന്നെ നഗരത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരു 3-4 കിലോമീറ്ററിൻ്റെ അപ്പുറത്തു നിന്നൊക്കെ ഇവിടെ സ്ഥിരമായി വർഷങ്ങൾ കൊണ്ട് ഞാൻ കൃഷി ചെയ്യണതുകൊണ്ട് അവർ ധൈര്യമായിട്ട് വന്ന് മേടിക്കും. ദൂരെയുള്ളവരും ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരും ഒക്കെ ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട്. എനിക്ക് ഉള്ളത് 2 പെൺമക്കള്, ഭാര്യയും ഞാനുമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ അവർ വിവാഹം കഴിയുന്നതുവരെ കൃഷിയായിട്ടൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് കെട്ടിച്ചു വിട്ടതിന് ശേഷം മൂത്ത മോള് കൗൺസിലറായിട്ട് പോയി. പൗടിക്കുണത്ത് നിന്ന് ജയിച്ച്, അവിടെ കെട്ടിച്ചു വിട്ട ഇടത്ത് നിന്ന് ജയിച്ച് കൗൺസിലറായി. ഇപ്പോൾ ഇളയ മോളും നേഴ്സിംഗൊക്കെ പഠിച്ച് ലാബിലുമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വരും തലമുറയ്ക്ക് ഈ കൃഷിയോടിപ്പം വലിയ താല്പര്യം ഇല്ലാതെയാണ് വരുന്നത്. അത് കാരണം വേറൊന്നുമല്ല, ലാഭം പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടുന്നില്ല എന്നുള്ള ഒരു കാരണമാണ്. അല്ലാതെ ഈ നഷ്ടം വരുന്നതിന്, നഷ്ടമൊക്കെ കൃഷിയിൽ ശരിക്കും നഷ്ടവും വരും. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് പോവാനും ക്ഷമയോടുകൂടി അത് നോക്കിക്കണ്ട് ചെയ്യാനും ഇന്നത്തെ തലമുറയ്ക്ക് അത് സാധിക്കുന്നില്ല. അവർ എളുപ്പമാർഗങ്ങളാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് കൃഷി മേഖലയിൽ ഇപ്പോൾ ആള് കുറഞ്ഞിരിക്കുന്നത്. പുതിയ തലമുറ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് പുതിയ തലമുറയും ഇറങ്ങി ഇതിനോട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ. ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാലും ഇത് നിലനിൽക്കേണ്ട കാര്യമാണ്. ബിസിനസ് മാത്രമാണെങ്കിൽ ലാഭം ഉണ്ടാക്കുന്ന രീതിക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ അത് ചെയ്യുന്നത് ജനദ്രോഹമാണ്. അതുകൊണ്ട് ഇപ്പം സ്വന്തമായി വിഷമില്ലാതെ 2 ഗ്രോ ബാഗ് ആയാലും വീട്ടിൽ വെച്ച് അതിൽ നട്ട് അത് നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ വെറുതെ കളയുന്ന സമയം 10 മിനിറ്റ് അതിന് ഉപയോഗിച്ചാണ്ട് ദോഷമൊന്നുമില്ല. അത് നമുക്ക് വിഷമില്ലാത്ത മലക്കറി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളൂ. അതും അങ്ങനെ ഒരു അഭിപ്രായം കൂടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.